ഇന്നലെ നിതിൻ കെ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതെന്തിനാണ് ഓപ്പൺ ആക്കി നോക്കിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. അവരോട് ഞാൻ പ്രത്യേകം ആദ്യമേ പറയാം, നിങ്ങൾ അയക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ഇതിൽ കാണുന്ന വ്യക്തി സന ബിനീഷ് ടിക്ടോക്കിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇപ്പോൾ യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സജീവമായിട്ട് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ചെയ്ത് പോവുകയാണ്. സാധാരണ സ്ത്രീകൾ സോഷ്യൽ മീഡിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മോശമായിട്ട് കമൻറ്റുകൾ വരിക, മോശമായിട്ടുള്ള മെസ്സേജുകൾ വരിക. അപ്പോൾ അത്തരത്തിൽ സനയ്ക്ക് വന്ന ഒരു മെസ്സേജിനെ കുറിച്ചും ഒന്നിലധികം മെസ്സേജുകൾ, അതായത് ഏത് ലെവലിലുള്ള മെസ്സേജുകളാണ് എന്നൊക്കെ സന പറയുന്നുണ്ട്. ഒരു പെൺകുട്ടി മെൻ്റലി എത്രമാത്രം ഹേർട്ടായിട്ടായിരിക്കും ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാവുന്നത്. ഇത്തരം മെസ്സേജുകൾ വന്നാൽ അധികം ആരും പുറത്ത് പറയാൻ തയ്യാറാവില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, ആ വിവരം പുറത്ത് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ പലതും ആ പെൺകുട്ടീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻ്റ് ആയിരിക്കും. നീ റിപ്ലൈ ചെയ്യാൻ പോയിട്ടല്ലേ, അല്ലെങ്കിൽ നീ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടല്ലേ, അവൻ അന്നേരമേ ബ്ലോക്ക് ചെയ്ത് വിട്ടുകൂടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായിരിക്കും അല്ലെങ്കിൽ കമൻറ്റുകളായിരിക്കും ആ വീഡിയോയുടെ താഴെ വരുന്നത്. പക്ഷേ ഇവിടെ സന അത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇവൻ എത്രമാത്രം സനയെ മെസ്സേജ് അയച്ച് ഹേർട്ട് ചെയ്തിട്ടായിരിക്കും, ഏത് ലെവൽ വരെയുള്ള മെസ്സേജുകൾ അവൻ അയച്ചിട്ടുണ്ടാവും. ഇതെല്ലാം സന പറയുന്നുണ്ട്. നമുക്ക് സനയുടെ വാക്കുകൾ കേൾക്കാം, കേട്ടിട്ട് സംസാരിക്കാം. ഇന്നലെ നിതിൻ കെ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതെന്തിനാണ് ഓപ്പൺ ആക്കി നോക്കിയത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടായിരിക്കും. അവരോട് ഞാൻ പ്രത്യേകം ആദ്യമേ പറയാം, നിങ്ങൾ അയക്കുന്ന എല്ലാ വൃത്തികേടും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ എല്ലാം കണ്ടുകൊണ്ടും മിണ്ടാണ്ടിരിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ. അത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആൾക്കാരും അല്ല ഞങ്ങൾ. ഓക്കെ. പിന്നെ സ്ത്രീകളോട് മാന്യമര്യാദയായിട്ട് സംസാരിക്കണം എന്ന് പറയാനേ പറ്റുള്ളൂ. അത് പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കേണ്ട എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതിക്ക് അനുസരിച്ചിട്ടിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കണോ കേട്ടുകൊണ്ടിരിക്കണോ എന്നുള്ളത് ഞങ്ങളുടെയും കൂടെ കാഴ്ചപ്പാടിനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കറിയാം, സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അടിയിൽ നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസ് ഒക്കെ വരും. ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നല്ലത് മാത്രം പറയാനും പൊട്ട മാത്രം പറയാനിരിക്കുന്ന ആളുകളോട് എനിക്ക് ഇതൊന്നും പൊട്ട മാത്രം പറയാനിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ആവശ്യമില്ല. എന്താണെങ്കിലും ഒരു സ്ത്രീയുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതിനൊരു തെളിവാണ് നിതിൻ കെ തോമസ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈല്. ഇവൻ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവന്റെ പുകവില് മാറ്റാൻ വേണ്ടിയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇവനെ എന്ത് തേങ്ങാക്കൊല വേണേലും ചെയ്തോട്ടെ. പക്ഷേ എനിക്ക് പോൺ വീഡിയോസ് അയച്ചു തരാൻ ഇവൻ ആരാണ്? കുറേ പേര് സ്വന്തം ന്യൂഡിറ്റിയും കാര്യങ്ങളൊക്കെ അയക്കുന്ന ആൾക്കാർ വേറെ ഉണ്ട് കേട്ടോ. എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്ന സമയത്താണ് ഞാൻ പ്രതികരിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വൃത്തികെട്ട രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സാധിക്കുന്നത്? ഞാൻ പറഞ്ഞു ഓൾറെഡി, അവൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യും. ഞാൻ ഇതിനു മുന്നേ എനിക്ക് വന്നുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും കംപ്ലൈൻറ്റ് ചെയ്യാണ്ട് ഞാൻ വെറുതെ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും നിതിൻ കെ തോമസ് ഗൾഫിലേക്ക് പോണ്ടേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ തീരുമാനിക്കാം. ഓക്കെ, നിങ്ങളും കൂടെ ഈ പ്രൊഫൈൽ ഒന്ന് കണ്ടേക്കും. എന്തായാലും നിതിൻ കെ തോമസ് എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ 3 ഫോട്ടോസ് ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ സ്റ്റാറ്റസുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആക്റ്റീവാണ്. ഈ അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ഒന്നല്ല. ഞാനിവിടെ ബ്ലർ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അവൻ അയച്ചിട്ടുള്ള പോൺ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. ഒരു സ്ത്രീയുടെ അടുത്ത് ഇത്തരം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാനും അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കാനും തോന്നുന്നത് അത് നിൻ്റെ വളർത്തു ദോഷമാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞത് അവൻ ഗുരുവാക്കാന്നാണ് പറഞ്ഞത്. ഒന്നല്ലെങ്കിൽ ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, നിൻ്റെ ശിഷ്യത്വമൊന്നും എനിക്ക് ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സനയ്ക്കൊരു ബിഗ് സല്യൂട്ട്. ഇത്തരം നാറികളെ പുറത്തേക്ക് കൊണ്ടുവരണം, പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ്റെ സൗഹൃദ വലയത്തിലുള്ള പെൺകുട്ടികളുണ്ടാവും, ഇവൻ്റെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളുണ്ടാവും, പെൺകുട്ടികളുണ്ടാവും, ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടാവും. ഇവരെല്ലാം ഒന്ന് സൂക്ഷിച്ചിരിക്കാൻ വേണ്ടി ഇവൻ്റെ സ്വഭാവ വൈകൃതം പുറത്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു വ്യക്തിയിൽ തീരുന്നില്ല, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. പലരും പുറത്ത് പറയാതിരിക്കുന്നു. ഒരു മെസ്സേജ് അല്ലേ, കുഴപ്പമില്ല പോട്ടെ വിട്ടുകളയാം. പക്ഷേ ഒരാൾ വിട്ടുകളയുമ്പോൾ അവന്മാർക്കതൊരു സൗകര്യമായി. അവർ ഒഴിവാക്കി, അടുത്ത ആളെ തേടി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം വന്നയാൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ പിന്നെ ഇത് ആവർത്തിക്കില്ലായിരിക്കാം. നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഇവൻ പുറത്തേക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നവനാണെന്ന് പറയുന്നു. പിന്നെ പുകവലി മാറ്റാൻ വേണ്ടി ശബരിമലയിൽ പോകാൻ നിൽക്കുന്ന ഒരാൾ. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഭക്തിമാർഗം എന്നിട്ട് പുറകിൽ നിന്ന് കാണിക്കുന്ന പരിപാടികൾ ഇതൊക്കെയാണ്. എന്തായാലും നിതിൻ കെ തോമസ് അച്ഛനായിരിക്കുമല്ലോ. നിങ്ങൾ ഏറ്റെടുക്കുക നിതിനെ ഒന്ന് ഗൾഫിലേക്ക് പറഞ്ഞു വിടുകയോ അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് പറഞ്ഞു വിടുകയോ ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ഞാൻ നിങ്ങൾക്ക് വിടുന്നു. പക്ഷേ ഇവനെ സൂക്ഷിക്കുക. ഇവനെ അറിയുന്ന സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ
അവൻ്റെ അടുത്ത് നിന്ന് മാറി നടക്കുക. കാരണം ആശാന് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഇത്തരക്കാരെ പുറത്തേക്ക് കൊണ്ടുവരാൻ കാണിച്ച ആ ഒരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. സനയ്ക്ക് ഒരിക്കൽ കൂടി സല്യൂട്ട്. ബൈ.